അല്ല, അത് പറഞ്ഞല്ലോ, അത് അവരുടെ ഉദ്ദേശം UDFന്റെ വോട്ട് ഭിന്നിപ്പിച്ച് BJPയെ ജയിപ്പിക്കാൻ വേണ്ടി. അത് നടക്കില്ല. അവിടെ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിന് അവിടെ UDF സ്ഥാനാർത്ഥി വിജയിക്കുക തന്നെ ചെയ്യും. ഒരു സംശയം ഉണ്ടാക്കിയത് അതൊന്നുമില്ല. അതൊക്കെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളവർ ഓരോരുത്തർ. ഒരു ചർച്ചയും കോൺഗ്രസിലില്ല, ഒരു ചർച്ചയില്ല. കാരണം മുതിർന്ന നേതാക്കന്മാർ തമ്മിൽ കൃത്യമായ ധാരണയുണ്ട്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിക്ക് ഒരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ അനുസരിച്ച് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തെലങ്കാനയിലും കർണാടകത്തിലും ചെയ്തതുപോലെ ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുക. അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊന്നുമില്ല. അല്ലല്ലോ, ഞാൻ ചോദിക്കട്ടെ, അവരുടെ പ്രകടന പത്രികയിൽ ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയപ്പോഴുള്ള പ്രകടന പത്രികയിൽ എന്താ പറഞ്ഞത്? മദ്യത്തിൻ്റെ ലഭ്യത കുറയ്ക്കും എന്ന് ഉറപ്പ് പറഞ്ഞു. എന്നിട്ട് 29 ബാർ ഉണ്ടായിരുന്ന സ്ഥലത്ത് 1000 ബാറാക്കി കൊടുത്ത ആളാണ് പിണറായി വിജയൻ. ഞങ്ങളെ പഠിപ്പിക്കാൻ വരില്ലേ? അതാണ് ഞങ്ങൾക്ക് പറയല്ലേ, ഞങ്ങളെ പഠിപ്പിക്കാൻ വരില്ലേ? പ്രകടന പത്രികയിൽ മദ്യത്തിൻ്റെ ലഭ്യത കുറയ്ക്കും എന്ന് പ്രകടന പത്രികയിൽ 2016 എഴുതി വെച്ചിട്ട് അധികാരത്തിൽ വന്നപ്പോൾ 29 ബാർ ഉണ്ടായിരുന്നത് 1000 ബാറാക്കിയ നേതാവാണ് പിണറായി വിജയൻ. മനസ്സിലായല്ലോ? അപ്പോൾ അദ്ദേഹം ഞങ്ങളെക്കുറിച്ച് മദ്യനയത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ വരണ്ട. അതെല്ലാം അതിൻ്റെ പുറകിൽ CPM ആണെന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? CPMഉം BJP എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്നിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. എനിക്ക് അതിൻ്റെ അത് വിരോധമൊന്നുമില്ല. എനിക്ക് ഇതിനു മുമ്പും ഇതുപോലെ അവർ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. അന്ന് ഞാൻ ജയിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞേക്കണ അവർ പറഞ്ഞിരിക്കുന്ന ആരോപണം എന്തൊക്കെയാ തരാം? ഒന്ന്, ഞാൻ അഭിഭാഷകനാണ്, എൻ്റെ വരുമാനം അതിൻ്റെ അത് രേഖപ്പെടുത്തിയിട്ടില്ല. ഞാൻ 25 വർഷമായി പ്രാക്ടീസ് ചെയ്തിട്ട് പിന്നെ എങ്ങനെയാണ് ഞാൻ വരുമാനം രേഖപ്പെടുത്തുന്നത്? എന്തൊരു വിഡ്ഢിത്തം നിറഞ്ഞ ഒബ്ജക്ഷനാണ്. കേൾക്ക്. 1. 2, ഞാൻ എൻ്റെ വണ്ടിക്ക് ഫൈൻ അടിച്ചു, അത് ഞാൻ അടച്ചിട്ടില്ല. എൻ്റെ വണ്ടിക്ക് ഒരു ബാധ്യതയില്ലെന്ന് ടൂറിസം ഡയറക്ടറാണ് എൻ്റെ ഓണർ. അദ്ദേഹം എനിക്ക് NOC തന്നിട്ടുണ്ട്. NOC ഞാൻ ഹാജരാക്കിയിട്ടുണ്ട്. 2022 എനിക്ക് പുതിയ വണ്ടി തന്നത്. പഴയ വണ്ടി എന്നിട്ട് ടൂറിസം ഏറ്റെടുത്തു. ആ പഴയ വണ്ടി ടൂറിസത്തിൻ്റെ ഇരിക്കുമ്പോൾ 2023 ആ വണ്ടിക്ക് ഫൈൻ അടിച്ചതിന് ഞാൻ എന്തിനാണ് ഫൈൻ കൊടുക്കണത്? അതാണ് അബദ്ധമാണ് ഇവർ പറഞ്ഞിരിക്കുന്ന പരാതി. അത് അതുപോലെ തന്നെ തള്ളിക്കളഞ്ഞത്. പിന്നെ സ്വർണത്തിൻ്റെ വില ഞാൻ കാണിച്ചില്ല എന്ന്. ഞാൻ സ്വർണ്ണം എത്ര പവനുണ്ടെന്ന് കാണിച്ചിട്ടുണ്ട്. സ്വർണത്തിൻ്റെ പർച്ചേസ് വാല്യൂവും കൊടുത്തിട്ടുണ്ട്. അഡീഷണൽ അഫിഡവിറ്റ് കൊടുത്ത് സ്വർണത്തിൻ്റെ മാർക്കറ്റ് വാല്യൂവും കാണിച്ചിട്ടുണ്ട്. അതായത് നോമിനേഷൻ പേപ്പറിൽ എത്ര വർഷമായി നോമിനേഷൻ കൊടുക്കുന്നത്? അതായത് മൂവബിൾ പ്രോപ്പർട്ടി, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി രണ്ടാണ്. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ സ്ഥലവും കെട്ടിടമാണ്. അതിൻ്റെ മാർക്കറ്റ് വാല്യൂ കാണിക്കണം. മൂവബിൾ പ്രോപ്പർട്ടിയുടെ മാർക്കറ്റ് വാല്യൂ ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് അത് വാങ്ങിച്ചപ്പോഴുള്ള പർച്ചേസ് വാല്യൂവും അത് ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ രണ്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ ഒളിച്ചു വെച്ചിരിക്കുന്നത്? രണ്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻകം ടാക്സ് റിട്ടേൺ ശരിയല്ലെന്ന്. ഇൻകം ടാക്സ് റിട്ടേൺ ശരിയല്ലെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റാണ് എനിക്ക് നോട്ടീസ് അയക്കേണ്ടത്. അതിൽ അലവൻസ് ഒരിക്കലും വെക്കില്ല. അലവൻസ് വരുമാനമല്ല, വരുമാനം സാലറിയാണ്. ഇൻകം ടാക്സ് ആക്റ്റാണത്. ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ചിട്ടല്ലേ നമ്മൾ ഇത് കൊടുക്കുന്നത്, ഇൻകം ടാക്സ്. ഇതുപോലെ അബദ്ധങ്ങൾ നിറഞ്ഞ കുറേ കാരണം അവർ തന്നെ വന്ന് പറഞ്ഞു. റിട്ടേണിംഗ് ഓഫീസർ അത് നമുക്ക് മറുപടി പറയാൻ വേണ്ടിയിട്ടൊരു സമയം വെച്ചു. ആ സമയത്ത് എല്ലാവരും കൂടി VD സതീശൻ്റെ പത്രിക തള്ളുമോ എന്നൊക്കെ പറഞ്ഞ് ചർച്ചയാക്കി. അത് നമ്മൾ മറുപടി കൊടുത്തപ്പോൾ അപ്പം തന്നെ ആ നോമിനേഷൻ സ്വീകരിച്ചു. അതിൻ്റെ അകത്ത് നിങ്ങൾ ചോദിക്കും, ഈ 4 കാര്യത്തിൽ എന്തെങ്കിലും കാര്യത്തിന് ഒരു അടിസ്ഥാനമുണ്ടോ? എല്ലാത്തിൻ്റെയും ഡോക്യുമെൻ്റ് ഉള്ളതല്ലേ. ഏത് കാര്യത്തിനാണ് ഞാൻ എത്രാമത്തെ പ്രാവശ്യം നോമിനേഷൻ കൊടുക്കുന്നത്? ആയിരിക്കും, എനിക്കായിരിക്കും. എൻ്റെ പ്രോപ്പർട്ടി നോക്ക്, എൻ്റെ അൻസെസ്ട്രൽ പ്രോപ്പർട്ടിയാണ് എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ഉള്ളത്. തലമുറയായിട്ട് വന്ന പ്രോപ്പർട്ടിയാണ് കൂടുതലുള്ളത്. അദ്ദേഹത്തിന് പത്രം ഉണ്ടാവില്ല, അതിനെന്താ തെറ്റ്? എന്നേക്കാൾ കൂടുതൽ ആസ്തിയുള്ള ആളുകൾ എത്ര പേര് CPMലുണ്ട്? അല്ലാതെ മുഖ്യമന്ത്രിയുടെ സ്വത്ത് അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് ഉണ്ടാക്കിയ സ്വത്തും എൻ്റെ സ്വത്ത് ഞാൻ പ്രതിപക്ഷ നേതാവാക്കി ഉണ്ടാക്കിയ സ്വത്തും അല്ലല്ലോ. അത് BJPയുടെ പ്രചരണം എങ്ങോട്ടാ പോകണമെന്ന് അവർക്ക് തന്നെ അറിയാൻ പാടില്ല. അവരെന്താ പറയണമെന്ന് അവർക്ക് തന്നെ അറിയാൻ പാടില്ല. അവർ മത്സരിക്കുന്ന പോലുമില്ല. ശരിക്കും അവർ CPMമായിട്ടുള്ള ധാരണയിലാണ്. ആര് പറഞ്ഞു? അതൊക്കെ വെറുതെ മറ്റതും മറച്ചു വയ്ക്കാൻ വേണ്ടി പറയുന്നതല്ലേ.
നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് BJP കേരളത്തിലെ കോൺഗ്രസിനെ അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുകയാണ്. കോൺഗ്രസ് അധികാരത്തിൽ വരരുതെന്നാണ് അവരുടെ ആഗ്രഹം. കോൺഗ്രസിന് ഇന്ത്യയിൽ ഒരു സംസ്ഥാനം കൂടി അധികാരത്തിൽ ഉണ്ടാകരുത് എന്നാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് അവർ CPM-ഉമായിട്ട് ധാരണ ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാ കാര്യത്തിലും ധാരണയല്ലേ. ഞങ്ങളെല്ലാവരും തയ്യാറാണ് വികസന കാര്യങ്ങളിൽ. അതല്ല, ഞങ്ങൾ തയ്യാറാണല്ലോ. ഞാൻ മുഖ്യമന്ത്രിയായിട്ട് തയ്യാറാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഉദാഹരണം, 1,10,000 കോടി രൂപ കിഫ്ബി ചെലവഴിച്ചെന്ന് പറഞ്ഞ് കള്ളപ്രചരണോ? 38,666 കോടിയെ ചെലവാക്കിയിട്ടുള്ളൂ. അത് തന്നെ ബജറ്റിലെ പൈസയാണ്. ബജറ്റിൽ സാധാരണ എല്ലാ വർഷവും പല വർഷങ്ങളായി 4-5 വർഷമായി ചെലവാക്കേണ്ട പൈസ എല്ലാം കൂടി എടുത്തിട്ട് ചെലവാക്കി. അല്ല, അതിൻ്റെ എല്ലാം മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടി വിട്ടവരെയും പാർട്ടിയിൽ ചോദ്യം ചെയ്യുന്നവരെയും വർഗവഞ്ചകരെന്നും കുലംകുത്തി എന്ന് പറയുകയും അവരെ 52 വെട്ടുവെട്ടി കൊല്ലുകയും ചെയ്യുന്ന പാർട്ടിയാണ് CPM. മനസ്സിലായില്ലേ? CPM തകർച്ചയിലേക്ക് പോവുകയാണ്. തകർച്ചയിലേക്ക്. ഇത്രമാത്രം CPM നേതാക്കന്മാരും പ്രവർത്തകരും ഒരുമിച്ച് പാർട്ടി വിട്ട ഒരു കാലം കേരളത്തിലുണ്ടായിട്ടില്ല. ഈ സാധാരണ മുന്നണികളാണ് ഈ പല വാഗ്ദാനങ്ങളും കൊടുക്കുക, പ്രകടന പത്രിക വഴിയും അല്ലാതെയൊക്കെ. ഇപ്പൊ പാലക്കാട്ടെ BJP സ്ഥാനാർത്ഥി പക്ഷേ എല്ലാ വനിതകൾക്കും 1,500 രൂപ എല്ലാ മാസവും കൊടുക്കുന്നത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞാനെന്ത് പറയാനാ അതിനെക്കുറിച്ച്? തീർച്ചയായിട്ടും പാചകവാതക ലഭ്യത ഉറപ്പുവരുത്തിയതാണ് കേന്ദ്ര ഗവൺമെൻറ്. അത് തരാതായപ്പോഴാണ് ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾ വിചാരിക്കുക, ഈ ഞങ്ങൾ ഉന്നയിച്ച ആരോപണം ഇപ്പം ശരിയായില്ലേ? ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇതുവരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. ഇന്ന് വന്ന വാർത്ത തെരഞ്ഞെടുപ്പ് കഴിയുമെന്നാണ്. അപ്പോൾ SITയുടെ മീതെ, ഹൈക്കോടതി നിയോഗിച്ച SITയുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് ഈ കുറ്റപത്രം സമർപ്പിക്കാത്തതും ഈ പ്രതികളായ ആളുകൾക്ക് സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം കിട്ടിയതും. ഈ കേസ് എങ്ങും ഇല്ലാതെ തീരാൻ പോവാണ്, എങ്ങും എത്താതെ തീരാൻ പോവാണ്. അതായത് പ്രതികളെല്ലാം പുറത്തിറങ്ങി തെളിവുകൾ നശിപ്പിക്കുകയാണ്. അപ്പോൾ ശബരിമല അയ്യപ്പൻ്റെ സ്വർണം കൊള്ള ചെയ്ത കേസിലെ പ്രതികൾ ഇപ്പോഴും പാർട്ടി നേതാക്കന്മാരാണ്. ഒരാൾക്കെതിരെ അച്ചടക്ക നടപടി പോലും CPM എടുത്തിട്ടില്ല. മുഖ്യമന്ത്രിയും മറുപടി പറയണം. അയ്യപ്പൻ്റെ സ്വർണം കൊള്ള ചെയ്ത CPM നേതാക്കൾക്കെതിരായി ആ പാർട്ടി ഒരു അച്ചടക്ക നടപടി പോലും എടുത്തിട്ടില്ല. മാത്രമല്ല, ഗവൺമെൻറ് അവർക്ക് കുടപിടിച്ചു കൊടുക്കുകയാണ്. അയ്യപ്പൻ്റെ സ്വർണം കെട്ടവരെ സംരക്ഷിക്കുകയാണ് പിണറായി വിജയൻ. അതിന് മറുപടി പറയണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.